കഠിനംകുളം ആതിര കൊലക്കേസിലെ പ്രതി കൊല്ലം ദളവാപുരം സ്വദേശി ജോൺസൺ ഔസേപ്പിനെ തെളിവെടുപ്പിനായി കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. വിഷം കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലായ പ്രതി കോട്ടയത്ത് ചികിത്സയിലായിരുന്നതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങളുമായ ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകുമോ ഗോകുൽ? കാരണം വിഷം കഴിച്ച് കോട്ടയത്ത് ആശുപത്രിയിലായിരുന്ന പ്രതിയെ ഇന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇന്നിപ്പോൾ കൊണ്ടുവരുന്നു. എന്താണ് തെളിവെടുപ്പിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? മാർഷൽ, ഇന്ന് രാവിലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തെ കഠിനംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി ജോൺസൺ ഔസേപ്പിനെ എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 21-ാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. പാടിക്കാവിളാകം ദേവീക്ഷേത്രത്തിലെ പൂജാരിയായ രാജീവിൻ്റെ ഭാര്യ ആതിരയാണ് ശാരീരിക ബന്ധനത്തിനിടയ്ക്ക് ഈ പ്രതി കഴുത്തിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയത്. ആ സമയത്ത് രാവിലെ 9 മണിയോടുകൂടി കുട്ടികളെ സ്കൂളിൽ വിടുന്നതുവരെ ഈ പ്രതി ഒളിഞ്ഞു പതുങ്ങി പാത്തിരുന്ന ശേഷമാണ് ഭർത്താവും കുട്ടികളുമൊക്കെ മടങ്ങിയതിനു ശേഷമാണ് ഈ പ്രതി ആതിരയുടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കി കൊലപ്പെടുത്തി ശേഷം ഭർത്താവിൻ്റെ വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് പ്രതി ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് കഠിനംകുളത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ പോലീസ് ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമായിരുന്നു പോലീസിന് അന്വേഷണം ഉണ്ടായിരുന്നത്. ആതിരയുടെ സ്കൂട്ടറിൽ തന്നെയാണ് പ്രതി കടന്നതും. എന്തായാലും പിന്നീട് ചിങ്ങവനം പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എലിവിഷം കഴിച്ചെന്നുള്ളതാണ്. അതേ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ ഈ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും അറിയാൻ സാധിക്കുന്നത് ഇന്ന് തെളിവെടുപ്പ് നടപടികൾ ഉണ്ടാകില്ല. ഇന്ന് ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് കാണുന്നത്. എന്തായാലും ആറ്റിങ്ങൽ DYSP അടക്കമുള്ള സംഘം ഇവിടെ എത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് വലിയ ജനരോക്ഷമുണ്ട്, ജനങ്ങളുടെ പ്രതിഷേധമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഠിനംകുളം പോലീസ് സ്റ്റേഷന് മുൻപിലാണ്. അവിടെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ ഒത്തുകൂടിയിട്ടുമുണ്ട്. വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും ഇന്ന് തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ രാവിലെ തന്നെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം 10 ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡിൽ വാങ്ങുവാനാണ് പോലീസിന്റെ നീക്കം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മാർഷൽ.